പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 66-ാം വാക്യം. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ്റെ ജനനത്തിങ്കൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചപ്പോൾ അതുവരെ മിണ്ടാതെ ഇരുന്ന സക്കറിയാവ് സംസാരിച്ചു തുടങ്ങി. അവൻ്റെ പേര് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം യോഹന്നാൻ എന്ന് വിളിച്ചു. എന്നിട്ടിതാ തിരുവചനം പറയുന്നു, കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പലരും കണ്ടിട്ട് വിചാരിച്ചു, ഈ പൈതൽ എന്തായിത്തീരും? ഈ പൈതലിൻ്റെ ജനനത്തിങ്കൽ ഇതാ സംസാരിക്കാത്ത അപ്പൻ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അവർക്കെല്ലാം ആശ്ചര്യമായി, അവർക്കെല്ലാവർക്കും ഭയമുണ്ടായി. യഹൂദ നാട്ടിലൊക്കെയും ഈ വാർത്ത പരന്നു. എന്നിട്ട് അവർ പറഞ്ഞു, കർത്താവിൻ്റെ കൈ ഇവൻ്റെ കൂടെയുണ്ട്. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലവും നാം ദൈവത്തിൻ്റെ വചനത്തിന് ചെവി ചായ്ക്കുമ്പോൾ, കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയിരിക്കും. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരമുണ്ടോ, നിശ്ചയമായി അത്ഭുതം സംഭവിക്കും. കർത്താവിൻ്റെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ശക്തി ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ചു. ഏലിയാവ് ആകാശത്തിൽ നിന്ന് തീയിറക്കിയവനാ. ഏലിയാവ് യാഗപീഠത്തിന്മേൽ ഹല്ലേലൂയ മാംസകഷ്ണങ്ങൾ അടുക്കി വെച്ച് കർത്താവേ ഉത്തരമരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ദൈവം അവൻ്റെ യാഗപീഠത്തെ മാനിച്ചതാ. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഏലിയാവിൻ്റെ മേൽ കർത്താവിൻ്റെ കൈ വീണ്ടും വന്നു. കർത്താവിൻ്റെ കൈ വന്നപ്പോൾ ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടുവാൻ തക്കവണ്ണം അവൻ്റെ കാലുകൾക്ക് ദൈവം ബലം കൊടുത്തു. ഇസ്രായേൽ വരെ ഹല്ലേലൂയ യെരുശലേം വരെ ആഹാബിൻ്റെ രഥത്തിന് മുമ്പാകെ രാജാവിൻ്റെ ശക്തിയുള്ള ബലമുള്ള കുതിരകളെ തോൽപ്പിച്ച് അതിന് മുമ്പിൽ ഓടുവാൻ ദൈവം അവൻ്റെ കാലിന് ബലം കൊടുത്തു. ഇന്ന് പ്രഭാതത്തിലും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വന്നാൽ ആർക്കും ഇല്ലാത്ത ഒരു ബലം നിൻ്റെ കാലുകളിൽ അവൻ തരും. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എൻ്റെ കാലുകളെ പേടമാൻ്റെ കാല് പോലെയാക്കി എൻ്റെ ഉന്നതികളിലേക്ക് എന്നെ നടത്തും. കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടോ, അവൻ്റെ ശക്തി തലമുല മുതൽ പാദം വരെ വ്യാപരിക്കും. അവൻ്റെ ശക്തി പാദത്തിൻ്റെ മേൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പേടമാൻ്റെ കാലിനുള്ള ബലം നിൻ്റെ കാലിൻ്റെ മേൽ ദൈവം തരും. എന്നിട്ട് ഹല്ലേലൂയ നീ എത്തേണ്ട സ്ഥാനത്ത് ആർക്കും മുമ്പേ ഓടുവാനുള്ള ഒരു ശക്തി ദൈവം തരും. അതിനുള്ളൊരു മനസ്സ് തരും, അതിനുള്ള ബലം തരും. ഈ പകൽക്കാലം പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, മറ്റെന്തിനേക്കാട്ടിലും ഉപരി അങ്ങയുടെ കരം ഞങ്ങളുടെ കൂടെ ചലിക്കണം. കർത്താവിൻ്റെ കരമുണ്ടോ, ഹല്ലേലൂയ, അത്ഭുതം സംഭവിക്കും. ഈ പൈതൽ എന്താകും എന്ന് എല്ലാവരും ചോദിച്ചു. കാരണം കർത്താവിൻ്റെ കൈ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ പൈതൽ എന്താകും? കർത്താവിൻ്റെ കൈ അവൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കൈ കൂടെയുള്ളവനെക്കുറിച്ച് ലോകം വിചാരിക്കും, ഇവൻ എന്തായിത്തീരും, ഇവൻ എവിടെയായിത്തീരും, ഇവൻ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവനെക്കുറിച്ചുള്ള ഭയം, അവനെക്കുറിച്ചുള്ള ഭീതി ദേശത്തിൽ വ്യാപരിപ്പിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. കർത്താവിൻ്റെ കൈ എസ്രയുടെ കൂടെ നെഹമ്യാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരൊരു പണി ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ, ഒരു പദ്ധതിയുമായി പുറപ്പെട്ടപ്പോൾ, അവർ പോകുന്ന വഴിയിൽ അവർക്ക് സകലവും അനുകൂലമായിരിക്കാൻ കർത്താവിൻ്റെ കൈ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ ഉള്ളത് കൊണ്ട് എന്താ സംഭവിച്ചത്? ദേശത്തിൽ കടന്നു പോകുന്ന ദേശത്തിൻ്റെ നടുവിൽ ഒരു രാജാവും ഒരു ദേശക്കാരും അവന് വിരോധമായി സംസാരിച്ചില്ല. അവൻ പോകുന്ന വഴിയിൽ സകല ജാതികളും അവന് കീഴ്പ്പെട്ടിരുന്നു. അവനോട് വലിയ കരുണയും ഫേവറും കാണിച്ചു. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ കൈ നമ്മുടെ കൂടെയുണ്ടോ? നാം പോകുന്ന ഏത് സ്ഥലത്തും ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ കരുണയുടെ കരം നമുക്ക് വേണ്ടി ചലിക്കും. നമുക്ക് വേണ്ടി വാതിലുകളെ ദൈവം തുറക്കും. അവൻ്റെ കൈ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നെഹമ്യാവിൻ്റെ കൂടെ കൈ ഉള്ളപ്പോൾ നെഹമ്യാവ് മനുഷ്യൻ്റെ മുമ്പാകെ കൈ നീട്ടേണ്ട വന്നില്ല, മനുഷ്യരോട് വല്ലതും ചോദിക്കേണ്ട വന്നില്ല. അവന് വേണ്ടുന്നതൊക്കെയും ദൈവം കരുതി. തിരുവചനം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. കർത്താവിൻ്റെ കൈ കൂടെയുണ്ടോ?
നിശ്ചയമായി നമുക്ക് വേണ്ടി ദൈവിക പ്രൊവിഷൻ, ദൈവിക കരുതലുകൾ വെളിപ്പെട്ട് വരും. കർത്താവിൻ്റെ കൈ കൂടെ ഉണ്ടെങ്കിൽ ഇതാ ലോകം ചോദിക്കും, ഇവൻ എന്തായിത്തീരും, ഇവൻ എവിടെയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൈയുള്ള ഒരു ഏലിയാവിനെ രഥത്തിന് മുമ്പേ ഓടുവാൻ ദൈവം ബലം പകർന്നതുപോലെ കർത്താവിൻ്റെ കൈ കൂടെയുള്ളത് കൊണ്ട് നെഹമ്യാവിനും എസ്രയ്ക്കും താൻ പോയ വഴികളിൽ ഫേവർ ലഭിച്ചതുപോലെ ഇന്ന് പകൽക്കാലവും അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവിൻ്റെ കൈ എസക്കിയേലിൻ്റെ മേൽ വന്നപ്പോൾ അസ്ഥികൾ നിറഞ്ഞു കിടന്ന താഴ്വരയിലൂടെ ദൈവം അവനെ നടത്തി. അസ്ഥി താഴ്വരയുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം അവൻ്റെ മേൽ ബലം പകർന്നു. അവൻ്റെ നാവിൻ്റെ മേൽ ശക്തി വന്നു. ഈ രാവിലെ സമയത്തും പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ കൈ കൂടെയുണ്ടോ? നിൻ്റെ നാവിന്മേൽ വലിയ ദൈവശക്തി വരും. നാവിന്മേൽ നീ സംസാരിക്കുന്ന വാക്കിനകത്ത് വലിയ ദൈവിക ശക്തി വെളിപ്പെട്ട് വരും. ഈ രാവിലെ സമയത്ത് നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ കൈ എൻ്റെ മേലിരിക്കണം. നിൻ്റെ കൈ എൻ്റെ മേലുണ്ടോ? അത് കാലുകൾക്ക് ബലമാ, അത് കൈകൾക്ക് ബലമാ, അത് നാവുകൾക്ക് ബലമാ. ജയോത്സവമാക്കി നടത്താൻ കർത്താവിൻ്റെ കരത്തിന് സാധിക്കും. നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.